ഇന്നത്തെ പരീക്ഷയുടെ 2025-26 അധ്യയന വർഷത്തെ 5ാം ക്ലാസ് അറബിക് പരീക്ഷയുടെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഒന്നാമത്തെ ചോദ്യം, നഖ്റ ഉൽ ബയാന, നമുക്ക് താഴെയുള്ള വിവരണം വായിക്കാം. വനുജീബു അനിൽ അസ്ഇല, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. വായിച്ചു നോക്കാം. ഇത് നമ്മുടെ പാഠഭാഗത്തുള്ളത് തന്നെയാണ്. കുല്ല യൗമിൻ, എല്ലാ ദിവസവും, കാന റാഷിദുൻ യദ്ഹബു, റാഷിദ് പോകുമായിരുന്നു, വഖ്ത ഫുസ്ഹത്തിൽ ഗദാഇ, ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത്, ഇലാ മൻസിലിഹി, തന്റെ വീട്ടിലേക്ക്, വഫി യദിഹി ഹഖീബത്തുഹു, അവന്റെ കയ്യിൽ അവന്റെ ബാഗുമുണ്ടാകും. യൗമൻ സഅലൽ മുദരിസ്, ഒരു ദിവസം അധ്യാപകൻ ചോദിച്ചു, ലിമ തദ്ഹബു കുല്ല യൗമിൻ ബിൽ ഹഖീബ, എന്തിനാണ് നീ എല്ലാ ദിവസവും ബാഗും കൊണ്ട് പോകുന്നത്? വഖഫ സ്വാമിതൻ, അവൻ നിശബ്ദനായി നിന്നു, മിണ്ടാതെ നിന്നു. വലം യുജിബ് ഷൈഅൻ, ഒന്നും മറുപടി പറഞ്ഞില്ല. നളറൽ മുദരിസ് ഇലാ വജ്ഹിഹി, മുദരിസ് അവന്റെ മുഖത്തേക്ക് നോക്കി. ഫവജദ ഫി ഐനൈഹി ദുമുഅൻ, അപ്പോൾ അവന്റെ കണ്ണിൽ കണ്ണുനീർ കണ്ടു. ലമ്മൽ മുദരിസ് റാഷിദൻ ഇലൈഹി, മുദരിസ് റാഷിദിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഫബദഅ റാഷിദുൻ യബ്കി, അപ്പോൾ റാഷിദ് കരയാൻ തുടങ്ങി. സഅലൽ മുദരിസ് മുലാത്തിഫൻ, ആശ്വസിപ്പിച്ചുകൊണ്ട് അധ്യാപകൻ ചോദിച്ചു, മാ ബിക, നിനക്ക് എന്ത് പറ്റി യാ റാഷിദേ? അജാബ ഹസീനൻ, അവൻ സങ്കടത്തോടെ മറുപടി പറഞ്ഞു, ഉമ്മി മരീള, എൻ്റെ ഉമ്മ രോഗിയാണ്. ചോദ്യം, ഇലാ ഐന യദ്ഹബു റാഷിദുൻ, റാഷിദ് എവിടെയാണ് പോയിരുന്നത്? വഖ്ത ഫുസ്ഹത്തിൽ ഗദാഇ, ഉച്ചഭക്ഷണ സമയത്ത്. ഇലൽ മൻസിലി, ഇലൽ മദ്രസത്തി, ഇലൽ മസ്ജിദി, ഇലൽ മൻസിലിയാണ് ശരി ഉത്തരം അല്ലെ, വീട്ടിലേക്ക്. മാ ബിക, നിനക്ക് എന്താണ് യാ റാഷിദ്, റാഷിദ് നിനക്ക് എന്ത് പറ്റി? മൻ സഅല ഹാദ, ഇതാരാണ് ചോദിച്ചത്? അൽ മുദരിസ്, അധ്യാപകനാണ്. 3, കൈഫ വഖഫ റാഷിദുൻ, റാഷിദ് എങ്ങനെയാണ് നിന്നത്? സ്വാമിതൻ, സൈലന്റ് ആയിട്ട് നിന്നു. 4, മാ മുഫ്രദു അയ്യാം, അയ്യാം ദിവസങ്ങൾ, അതിന്റെ മുഫ്രദ് എന്താണ്? യൗമുൻ, ദിവസം. അടുത്തത്, നഖ്റഉ തസ്രീഹാത്തി താലിയ, താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. വനഖ്താറു മജ്മുഅത്തുൽ ഇജാബത്തി സ്വഹീഹ, എന്നിട്ട് ശരി ഉത്തരത്തിന്റെ കൂട്ടം കണ്ടെത്താം. വനക്തുബു, എഴുതാം. സ്റ്റേറ്റ്മെന്റുകൾ ഇവയാണ്. യദ്ഹബു റാഷിദുൻ കുല്ല യൗമിൻ ഇലാ മൻസിലിഹി, റാഷിദ് എല്ലാ ദിവസവും തന്റെ വീട്ടിലേക്ക് പോകും. ഉമ്മു റാഷിദിൻ മരീളത്തുൻ, റാഷിദിന്റെ ഉമ്മ രോഗിയാണ്. ഗളിബൽ മുദരിസു അല റാഷിദിൻ, അധ്യാപകൻ റാഷിദിനോട് ദേഷ്യപ്പെട്ടു. ഇതിൽ ആദ്യത്തേതും രണ്ടാമത്തേതും ശരിയാണ്, മൂന്നാമത്തേത് തെറ്റാണ്. അപ്പോൾ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ അൽ ഊല വസാനിയത്തു സഹീഹത്തുൻ, ഒന്നാമത്തേതും രണ്ടാമത്തേതും സഹീഹത്താണ്, ശരിയാണ് എന്നതാണ് എഴുതേണ്ടത്. ബാക്കിയുള്ളത് ആദ്യത്തെ ഒന്നാമത്തെ നോക്കൂ, അൽ ഊല വസാലിസത്തു സഹീഹത്തുൻ എന്നാണ്. ഒന്നാമത്തേതും മൂന്നാമത്തേതും ശരി എന്നാണ്. മൂന്നാമത്തെ ശരിയല്ല അല്ലെ, അധ്യാപകൻ ദേഷ്യം പിടിച്ചിട്ടില്ല, അപ്പൊ അത് തെറ്റാണ്. പിന്നെ മൂന്നാമത്തത് അസാനിയത്ത് വസാലിസത്തു സഹീഹത്തുൻ, 2ഉം 3ഉം ശരിയാണെന്നാണ്. അതിലും 3 ശരിയല്ല. അതുകൊണ്ട് ഇതിൽ രണ്ടാമത്തെ അലൂല വസാനിയത്തു സഹീഹത്തുനാണ് ശരി. 1ഉം 2ഉം ശരിയാണ് എന്നത്. നുക്മിലുൽ ഹിവാറ, സംഭാഷണം പൂരിപ്പിക്കണം. മസാ അൻ, വൈകുന്നേരം, വസല റാഷിദുൻ ഇലൽ ബൈത്തി, റാഷിദ് വീട്ടിലെത്തി. ഹക്ക ഉമ്മഹു, അവൻ തന്റെ ഉമ്മയോട് പറഞ്ഞു. മാ ജറാഫിൽ മദ്രസ, സ്കൂളിൽ നടന്ന കാര്യം. ഫദാറ ബൈനഹുമ ഹിവാറുൻ, അപ്പോൾ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. അത് നമ്മൾ പൂരിപ്പിക്കണം. ഇവിടെ പൂരിപ്പിക്കാനുള്ള വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൈഫ ഫഹിമ, എങ്ങനെ മനസ്സിലാക്കി? മാ കുൽത്തു ഷൈഅൻ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അന മസ്റൂറുൻ, ഞാൻ സന്തോഷവാനാണ്. അൽഹംദുലില്ലാ, ഇത്രയുമാണ് വാക്കുകൾ. ചിലത് നമ്മൾ സ്വന്തം കണ്ടെത്തേണ്ടി വരും. അതിൽപ്പെട്ടതാണ് ഒന്നാമത്തത്. അസ്സലാമു അലൈക്കും എന്ന് ഇവിടെ ഇല്ല, എന്നാൽ നമ്മൾ അവിടെ എഴുതണം. അസ്സലാമു അലൈക്കും എന്ന് എഴുതാം, അല്ലെങ്കിൽ വൈകുന്നേരമല്ലേ പോയത്, അപ്പോൾ മസാ ഉൽ ഖൈർ എന്ന് എഴുതാം. അപ്പോൾ ഉമ്മ മസാ ഉൻ നൂർ എന്ന് തിരിച്ചു പറയും. വഅലൈക്കും അസ്സലാം എന്നും പറയാം. മാ ബിക യാ ബുനയ്യ, നിനക്ക് എന്ത് പറ്റി മോനെ? അറാക്ക മസ്റൂറൻ, നിന്നെ സന്തോഷവാനായിക്കൊണ്ട് കാണുന്നല്ലോ. നഅം ഉമ്മി, അതേ ഉമ്മ. അന മസ്റൂറുൻ, ഞാൻ സന്തോഷവാനാണ്. ലി അന്ന നാദിറൽ മദ്രസത്തി ഫഹിമ അഹ്വാലന, കാരണം സ്കൂൾ ഹെഡ് മാസ്റ്റർ നമ്മുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി. അപ്പൊ ഉമ്മ ചോദിക്കുന്നു, എന്ത് ചോദിക്കണം? കൈഫ ഫഹിമ, നീ എങ്ങനെ മനസ്സിലാക്കിയ, അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി ഹെഡ് മാസ്റ്റർ? അപ്പൊ റാഷിദ്, സഅലനി, എന്നോട് ചോദിച്ചു, ലിമ തദ്ഹബു കുല്ല യൗമിൻ വഖ്തൽ ഗദാഇ, നീ എന്തിനാണ് എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ ചോദിക്കുകയാണ്, മാതാ ഖുൽത യാ ബുനിയ, നീ എന്ത് പറഞ്ഞു? അപ്പൊ അതിന്റെ ഉത്തരം ഇതിൽ നിന്നും മാ ഖുൽതു ഷൈഅൻ എന്നതാണ് യോജിക്കുന്നത് അല്ലെ, ഞാനൊന്നും പറഞ്ഞില്ല എന്നത്. പക്ഷെ പിന്നീട് ഉമ്മ എന്ത് പറയും? വേണമെങ്കിൽ അൽഹംദുലില്ലാ എന്ന് അവിടെയുണ്ട്, അൽഹംദുലില്ലാ എന്ന് എഴുതാം. അവസാനം റാഷിദ് ശുക്രൻ എന്നോ എന്തെങ്കിലും എഴുതി ചേർക്കാം. കാരണം ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മാ ഖുൽത യാ ബുനയ്യ, നീ എന്താണ് പറഞ്ഞത്, എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ എങ്ങനെ മനസ്സിലായി എന്നത് ഇവിടെ വ്യക്തമാകുന്നില്ല.
ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിവിടെ എന്ത് എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി അവസാനം ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും മാർക്ക് കിട്ടും. ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകുമ്പോൾ മാർക്ക് കിട്ടും. ഇനി നക്തുബുൽ മുഫ്രദാത്ത്, ഇവിടെ എങ്ങനെ മനസ്സിലായി എന്നത് മനസ്സിലാകുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും സെന്റൻസുകൾ ഇവിടെ വേണമായിരുന്നു, അതിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി നക്തുബുൽ മുഫ്രദാത്തി വൽ ജുമുഅ, മുഫ്രദുകളും ജമ്മുകളും എഴുതാം. അൽ മുഫ്രദ് വൽ ജമ്മ രണ്ടാമത്തെ കോളത്തിൽ. അസ്ദിഖ എന്നതിന്റെ മുഫ്രദ് സ്വദീഖ് കൂട്ടുകാരൻ. ബലദുൻ മുഫ്രദാണ്, നാട്. ബിലാദുൻ നാടുകൾ, രാജ്യങ്ങൾ. കൗനുൻ പ്രപഞ്ചം. അക്വാനുൻ പ്രപഞ്ചങ്ങൾ. ഹഖലുൻ വയല്. ഹഖൂലുൻ വയലുകൾ. ഇനി നഖറഉൽ ഫിക്റത, നമുക്ക് പാരഗ്രാഫ് വായിക്കാം. വനുമയ്യിസു മിൻഹ അൽ ഹുറൂഫൽ ഖമരിയ വ ശംസിയ, ഹുറൂഫുൽ ഖമരിയയും ശംസിയയും വേർതിരിച്ചെഴുതാം. അതായത് ഹുറൂഫുൽ ഖമരിയ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളും ഹുറൂഫ് ശംസിയ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളും വേർതിരിച്ചെഴുതണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അക്ഷരങ്ങൾ മാത്രമല്ല വാക്കുകൾ. ഇനി അക്ഷരങ്ങൾ മാത്രം ആരെങ്കിലും എഴുതിയാലും കുഴപ്പമില്ല. അന്നഹറു മിൻ മവാരിദിൽ മിയാഹി യസ്കി അന്നാസു, ഇതിൽ അർത്ഥം നോക്കണമെന്നില്ല. അൽ ഹുറൂഫ് ശംസിയയും ഖമരിയയും അറിയാവുന്നതാണ് അല്ലെ. അപ്പോൾ ഇത് നോക്കിയാൽ അന്നഹറു എന്നത് ഹുറൂഫ് ശംസിയാണ്, അന്നാസ് ശംസിയാണ്. അതായത് നെഹ്റിലെ നൂന് ശംസിയ അക്ഷരമാണ്, അന്നാസ് നാസിലെ നൂനും, അന്നുഫായാത്ത് നുഫായത്തിലെ നൂനും, അതായത് നൂന് ശംസിയ അക്ഷരമാണ്. അതുകൊണ്ട് നൂന് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ അവിടെ അൽ ഹുറൂഫ് ശംസിയ എന്ന കോളത്തിൽ എഴുതാം. ഇനി അൽ ഹുറൂഫുൽ ഖമരിയ എന്നതിലോ അൽ മിയാഹ്, അൽ മസാരിയ, മീമ് ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ടതാണ്. അതേപോലെ അൽ ഫളലാത്ത്, ഫാഉം ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ടതാണ്, അതും എഴുതാം. ഇനി ഇതല്ലാത്ത വേറെയും വാക്കുകൾ ഇവിടെയുണ്ട്. മവാരിദ് ഉണ്ട് അല്ലെ, മിൻ മവാരിദിൽ മിയാഹി, മവാരിദ് എഴുതാം, മീമ് ഹുറൂഫുൽ ഖമരിയാണ്, അപ്പൊ മവാരിദ് ഹുറൂഫുൽ ഖമരിയയിൽ എഴുതാം. അതേപോലെ പിന്നെയുള്ളത് വൽ ബസാത്തിനു, ബാ, അതും എന്താണ്, ബാ ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ടതാണ്, അതും എഴുതാം. സൈല്, അത് ശംസിയയിൽപ്പെട്ടാണ്, അതുകൊണ്ട് സൈലി അൽ ഹുറൂഫ് ശംസിയയിൽ എഴുതാം. അങ്ങനെ ഏത് വാക്ക് എഴുതിയാലും കുഴപ്പമില്ല, ഒരുപാട് വാക്കുകൾ ഇതിലുണ്ട്. ഇനി നഖറഉൽ ലാഇഹാത്തി, ഈ താഴെയുള്ള പ്ലക്കാർഡുകൾ വായിക്കാം. വനഖ്താറു മിൻഹ മാ തദുല്ലു അലാ ഹിഫ്ലിൽ മാഇ, ജലസംരക്ഷണത്തിനെ സൂചിപ്പിക്കുന്ന പ്ലക്കാർഡുകൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കാം. ഒന്നാമത്തത് ലാ ഹയാത്ത ബിലാ മാഇൻ, വെള്ളം കൊണ്ടല്ലാതെ ജീവിതമില്ല, അത് ജലസംരക്ഷണത്തെ സൂചിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് അത് എഴുതാം. പിന്നെ ഹദറുൽ അത്വയമത്തി ആദത്തുൻ മദ്മൂമത്തുൻ, ഭക്ഷണം പാഴാക്കൽ മോശമായ ശീലമാണ്, അത് യോജിക്കുന്നില്ല. ലാ തർമിൽ ഫളലാത്തി ഇലൽ മായി, മാലിന്യങ്ങൾ വെള്ളത്തിലേക്ക് വലിച്ചെറിയരുത്, അത് ഇതുമായിട്ട് യോജിക്കുന്നതാണ്, അതുകൊണ്ട് അത് എഴുതാം. ലാ തുളയ്യ ത്വയാമ, ഭക്ഷണം പാഴാക്കരുത്, അത് പറ്റില്ല. മവാരിദുൽ മിയാഹി നിഅമത്തു മിനല്ലാഹി, വെള്ളത്തിന്റെ സ്രോതസ്സുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അതും എഴുതാം. അൽമാഉ ഹഖുൻ ലി ജമീഉൽ മഖ്ലൂഖാത്തി, വെള്ളം എല്ലാ സൃഷ്ടികളുടെയും അവകാശമാണ്, എഴുതാം. ഹാഫിൽ അലാ സിഹത്തിക, നിന്റെ ആരോഗ്യം നീ സംരക്ഷിക്കുക, അത് എഴുതാൻ പറ്റില്ല. അൽ ഇൽമു ഖുവ്വത്തുൻ, വിജ്ഞാനം ശക്തിയാണ്, അതും പറ്റില്ല. ലാ തുസ്രിഫ് അൽ മിയാഹ്, വെള്ളം പാഴാക്കരുത്, അത് പറ്റും. അസിവാക്കു മത്ഹറത്തുൻ ലിൽ ഫമി, മിസ്വാക്ക് ചെയ്യുന്നത്, പല്ല് തേക്കുന്നത് വായ വൃത്തിയാക്കുന്നതാണ്. ഓക്കെ, ഇതിൽ ഈ 5 സെന്റൻസുകളാണ് വെള്ളം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സെന്റൻസുകൾ. അവ എഴുതുക. ഇനി നുറത്തിബുൽ കലിമാത്തി, വാക്കുകൾ ക്രമീകരിക്കണം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഉദാഹരണത്തിലുള്ളത് സാലിമുൻ മിനൽ മസ്ജിദി റജ, അതെങ്ങനെ മാറ്റി എഴുതി? റജ സാലിമുൻ മിനൽ മസ്ജിദി, സാലിം പള്ളിയിൽ നിന്നും മടങ്ങി. അതേപോലെ ഫിൽ ഹഖലി മുജീബുൻ യഅമലു, അതെങ്ങനെ എഴുതാം? യഅമലു മുജീബുൻ ഫിൽ ഹഖലി, മുജീബ് വയലിൽ ജോലി ചെയ്യുന്നു. അടുത്തത് മിനന്നോമി റാഷിദുൻ ഇസ്തൈഖല, ഇസ്തൈഖല റാഷിദുൻ മിനന്നോമി, റാഷിദ് ഉറക്കിൽ നിന്നും ഉണർന്നു. പിന്നെ മുസാരിഉൻ രാജു മുജ്തഹിദുൻ, രാജു മുസാരിഉൻ മുജ്തഹിദുൻ, രാജു ഒരു മുജ്തഹിദായ കഠിനാധ്വാനിയായ കർഷകനാണ്. തോമസ് ഇലാ മസ്റാത്തിഹി യദ്ഹബു, അത് യദ്ഹബ് തോമസ് ഇലാ മസ്റാത്തിഹി, തോമസ് തന്റെ കൃഷിയിടത്തിലേക്ക് പോകുന്നു. മഹബൂബുൻ ഫിൽ ഖറിയത്തി റാഷിദുൻ, റാഷിദുൻ മഹബൂബുൻ ഫിൽ ഖറിയത്തി, റാഷിദ് ഗ്രാമത്തിൽ പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ എഴുതുക. നഖറഉൽ മൻദൂമ, ഈ കവിത വായിച്ചു നോക്കാം, എന്നിട്ട് താഴെ ഉത്തരം എഴുതാനുണ്ട്. ഇത് ബുക്കിലുള്ള കവിതയാണ്. മാ അത്യബ ത്വാമി മാ അംഫ ത്വാമി, ഭക്ഷണം എന്ത് നല്ലതാണ്, എന്ത് ഉപകാരപ്രദമാണ്.
തഖ്വാ ബിഹിൽ അജ്സാമു തഹിയ അലൽ അയ്യാമി. ഭക്ഷണം കഴിച്ചാൽ ശരീരം ശക്തിപ്പെടുകയും കുറെ കാലം ജീവിക്കാൻ കഴിയുകയും ചെയ്യും. അൻവാഉഹു അദീദത്തുൻ വകുല്ലുഹ മുഫീദത്തുൻ. ഭക്ഷണം ധാരാളം ഇനങ്ങളുണ്ട്, എല്ലാം ഉപകാരപ്രദമാണ്. വ അൻഫഉ ത്വആമി മാ കാന ബിൻതിളാമിൻ. വ്യവസ്ഥാപിതമായി കൃത്യമായി ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ഭക്ഷണം. കുല്ലുന നുരീദു അൻ നഅ്കുലൽ മസീദ. നമ്മളെല്ലാം ധാരാളം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ലാക്കിൻ മിനൽ മുഫീദി അൽ അക്ലു ബിൻതിളാമിൻ. എന്നാൽ ഏറ്റവും നല്ലത് വ്യവസ്ഥാപിതമായി തിന്നുന്നതാണ്. ഇനി ചോദ്യം എന്താണ്? നക്തശിഫു മിനൽ മൻലൂമി. കവിതയിൽ നിന്നും കണ്ടെത്തണം സത്വറൻ മുനാസിബൻ ലിൽ ജുമലിത്താലിയ. താഴെയുള്ള സെന്റൻസുകൾക്ക് അനുയോജ്യമായ വരി കവിതയിൽ നിന്നും കണ്ടെത്തണം. താഴെയുള്ള സെന്റൻസിൽ ഒന്നാമത്തേത് അൻവാഉ ത്വആമി നാഫിയത്തുൻ ജിദ്ദൻ. ഭക്ഷണത്തിന്റെ ഐറ്റംസ് ഇനങ്ങൾ നാഫിയത്തുൻ ഉപകാരപ്രദമാണ്, ജിദ്ദൻ വളരെയധികം ഉപകാരപ്രദമാണ്. ആ അർത്ഥമുള്ള വരി ഏതാണ്? അൻവാഉഹു അദീദത്തുൻ വകുല്ലുഹ മുഫീദത്തുൻ. 2 അത്വാമു യുഖവ്വി അൽ അജ്സാദ. ഭക്ഷണം ശരീരങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അതിനെ സൂചിപ്പിക്കുന്ന വരി തഖ്വാ ബിഹിൽ അജ്സാമു തഹിയ അലൽ അയ്യാമി. പിന്നെ യുരീദു കുല്ലുന അൻ നഅ്കുല കസീറൻ. നമ്മളെല്ലാം ധാരാളം തിന്നാൻ ആഗ്രഹിക്കുന്നു. കുല്ലുന നുരീദു അൻ നഅ്കുലൽ മസീദ. അൽ അക്ലു ബിൻതിളാമിൻ നാഫിഉൻ ലിഹയാത്തിന. കൃത്യമായി കഴിക്കൽ നമ്മുടെ ജീവിതത്തിന് നല്ലതാണ്. വ അൻഫഉ ത്വആമി മാ കാന ബിൻതിളാമിൻ. ഓക്കെ, ഇനി നക്തുബു ഉൻവാനൻ മുനാസിബൻ ലിൽ മൻലൂമി. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഈ കവിതയ്ക്ക് അനുയോജ്യമായ ഒരു ടൈറ്റിൽ എഴുതാം. അങ്ങനെ എന്തൊക്കെ എഴുതാം? എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അത്വാമു എന്ന് എഴുതാം. പിന്നെയോ അൻഫഉ ത്വആമി എന്ന് എഴുതാം, ഉപകാരപ്രദമായ ഭക്ഷണം എന്ന് എഴുതാം. അല്ലെങ്കിൽ അത്വാമു ബിൻതിളാമിൻ, വ്യവസ്ഥാപിതമായ ഭക്ഷണം കഴിക്കൽ എന്ന് എഴുതാം. അല്ലെങ്കിൽ അൻവാഉ ത്വആമി എന്ന് എഴുതാം, ഭക്ഷണത്തിന്റെ ഇനങ്ങൾ. അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്ക് എഴുതിയാൽ മാർക്ക് കിട്ടും. നക്തുബു ഉൻവാനൻ മുനാസിബൻ ലിൽ മൻലൂമി. ഓക്കെ, അതായത് ഇനി അടുത്തത് നുലാഹിലു സൂറത്തൽ ഇഷാറത്തി. ഈ സിഗ്നലിന്റെ ചിത്രം നോക്കാം. വനുക്കുമിലുൽ ബയാന, എന്നിട്ട് ഈ വിവരണം പൂരിപ്പിക്കാം. ബിസ്തിഖ്ദാമിൽ കലിമാത്തി താലിയ. താഴെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. താഴെയുള്ള വാക്കുകൾ എന്തൊക്കെയാണ്? അൽ അഹ്മർ ചുവപ്പ്, അൽ ഇഷാറത്ത് സിഗ്നൽ, ലാഹ തെളിഞ്ഞു, അൽ മറാക്കിബ് വാഹനങ്ങൾ, അൽ അസ്ഫർ മഞ്ഞ. ഇങ്ങനെ എഴുതാം. അനൽ ഇഷാറത്തു, ഞാൻ ഇഷാറത്താണ്, സിഗ്നലാണ്. ലീ സലാസത്തു അൽവാ ഇൻ, എനിക്ക് 3 നിറങ്ങളുണ്ട്, 3 ലൈറ്റുകളുണ്ട്. അൽവാ ലൈറ്റ്. തഖിഫുൽ മറാക്കിബ് വാഹനങ്ങൾ നിൽക്കും. ഹീന യറ അല്ലൗ അൽ അഹ്മറ, ചുവന്ന ലൈറ്റ് കാണുമ്പോൾ. വതതഹയ്യഉ പോകാൻ തയ്യാറാകും. ഇൻ ലാഹൽ അസ്ഫറു മഞ്ഞ തെളിഞ്ഞാൽ. വതംഷി അൽ മറാക്കിബു വാഹനങ്ങൾ പോകും. ഇൻ ലാഹൽ അഖ്ലറു പച്ച തെളിഞ്ഞാൽ. അങ്ങനെ എഴുതുക. ഇനി നുലാഹിലു വനക്തുബു കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതണം. ഇവിടെ കുറെ ചിത്രങ്ങളുണ്ട്, അതൊക്കെ നോക്കിയിട്ടാണ് എഴുതേണ്ടത്. ഉദാഹരണം യുഅദ്ദു തുല്ലാബു ഖിസ്സത്തൻ. കുട്ടികൾ ഒരു കഥ തയ്യാറാക്കുന്നു. അത് എങ്ങനെ മാറ്റി എഴുതി? നഹ്നു നുഅദ്ദു ഖിസ്സത്തൻ, ഞങ്ങൾ ഒരു കഥ തയ്യാറാക്കുന്നു. തുല്ലാബിനെ മാറ്റിയിട്ട് നഹ്നു വെച്ചു. കുട്ടികൾ എന്നത് മാറ്റി ഞങ്ങളാക്കി. ഞങ്ങളാകുമ്പോൾ യുഅദ്ദു എന്നതിന് പകരം നുഅദ്ദു എന്നാണ് വെക്കേണ്ടത്. നഹ്നു നുഅദ്ദു ഖിസ്സ, ഞങ്ങൾ ഒരു കഥ തയ്യാറാക്കുന്നു. ഇനി യഖൂമു തിഫ്ലു മിനൻ നൗമി, കുട്ടി ഉറക്കിൽ നിന്നും ഉണരുന്നു. അത് അന അഖൂമു മിനൻ നൗമി, ഞാൻ ഉറക്കിൽ നിന്നും ഉണരുന്നു എന്നായി. അന അഖൂമു, അന വന്നപ്പോൾ യഖൂമു മാറിയിട്ട് അഖൂമു ആകും. ഇനി യൽഅബുൽ അസ്ദിഖാഉ ക്രിക്കറ്റ്, കൂട്ടുകാർ ക്രിക്കറ്റ് കളിക്കുന്നു. അത് നഹ്നു ആണുള്ളത് അല്ലെ. അപ്പോൾ നഹ്നു നൽഅബു ക്രിക്കറ്റ്, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു. നഹ്നു ആകുമ്പോൾ ന വെക്കണം, യാ മാറ്റിയിട്ട് ന. യുനല്ലിഫുൽ വലതു അല്യത, കുട്ടി കൈ വൃത്തിയാക്കുന്നു. അവിടെ ഉനല്ലിഫുൽ യദ എന്നാണ് ഉള്ളത്, അപ്പോൾ അനയാണ് ചേർക്കേണ്ടത്. അന ഉനല്ലിഫുൽ യദ, ഞാൻ കൈ വൃത്തിയാക്കുന്നു. യഖറഉൽ അബു അൽ ജരീദത്ത, ഉപ്പ പത്രം വായിക്കുന്നു. അനയാണുള്ളത്, ഞാൻ വായിക്കുന്നു എന്ന് പറയണം. അതിന് അന അഖറ ഉൽ ജരീദത്ത, ഞാനാകുമ്പോൾ അഖ്റഉ. തുഷാഹിദുൽ ബനാത്തു അൽ ബഹ്റ, പെൺകുട്ടികൾ കടൽ കാണുന്നു. അവിടെ ഞങ്ങളാക്കുമ്പോൾ നഹ്നു നുഷാഹിദുൽ ബഹ്റ, ഞങ്ങൾ കടൽ കാണുന്നു. യശ്റബുൽ ബിന്ദു അൽമാ, അവിടെ തശ്റബുൽ ബിന്ദു അല്ലെ, അങ്ങനെയാണ് വേണ്ടത്. പെൺകുട്ടി വെള്ളം കുടിക്കുന്നു. പിന്നെ അന അശ്റബുൽ മാ, ഞാൻ വെള്ളം കുടിക്കുന്നു. ഓക്കെ, ഇത്രയുമാണുള്ളത്.